വിളിക്കുമ്പോൾ വരുന്നതുണ്ട്, സ്നേഹമുണ്ട് നിങ്ങൾക്ക്. ഹലോ, അപ്പൊ നമ്മൾ കുറെ നാളിന് ശേഷം ഗപ്പി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ഏകദേശം ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് 1 വർഷമായില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഗപ്പി അതിന്റെ അകത്തുണ്ട്. ഇപ്പൊ നമ്മൾ ഗപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിന്റെ ടാങ്കിലാണ്. വേറെ സിമെന്റിന്റെ ടാങ്ക് ഉണ്ട്. അപ്പൊ വൃത്തിയൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഫ്രിഡ്ജിന്റെ ടാങ്കിലാണല്ലോ. ഇതിൽ കുറെ വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. നമ്മളിപ്പോ എല്ലാം കൂടെ ഒന്നിലിട്ടോണ്ട് തന്നെ അത് മിക്സഡ് ആയി കിടക്കുകയാണ്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ക്ലീൻ ചെയ്യാൻ നോക്കില്ല. കാണുമ്പോൾ നമുക്കൊരു കുളിർമ. അത് കാണുമ്പോൾ എല്ലാം കളർഫുൾ ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് നോക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ടാങ്ക്. നമ്മൾ അതേ ഫ്രിഡ്ജിൻ്റെ മൂടിയൊക്കെ കൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ ടാങ്കൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാത്തിലും മീനില്ല കേട്ടോ. ഇതിൽ മാത്രം ഇപ്പം മീനുള്ളൂ. കുറേ ചെടികളൊക്കെ ഇട്ടതൊക്കെ ഏകദേശം കുറച്ചൊക്കെ അതുപോലെ തന്നെയാണ്. കുറച്ചൊക്കെ വാടിപ്പോയിട്ടുള്ളൂ. പിന്നെ സൈഡിൽ കുറച്ച് ഒച്ചൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ വൃത്തികേടൊന്നും ഇല്ല. അപ്പം ഇതിൽ തന്നെ പലതരത്തിലുള്ള കളറിലുള്ള ഒച്ചുണ്ട്. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടേയിരിക്കും. ഇതിന് വെള്ളം ക്ലീൻ ചെയ്യാൻ നമ്മുടെ സൈഫണൊന്നുമില്ല. അപ്പം നമ്മളെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അടിയിൽ വേസ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, ഫുള്ളും കുറച്ചായി വേസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കറുത്ത കളറിലാണ് വരുന്നുണ്ട്, കരിക്കട്ട പോലെ ഉണ്ട് വേസ്റ്റ്. അപ്പോൾ നമ്മൾ എത്രയും മീൻ ആ ഹോളിൽ കൂടെ വരാണ്ടിരിക്കാനാണ് നമ്മളവിടെ വല വെച്ചിരിക്കുന്നത്. ഒരു സൈഡിനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോകുന്നത്. കുറേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ക്ലീൻ ചെയ്യാനും. ഒത്തിരി വേസ്റ്റ് നിൽക്കുന്നുണ്ട്. ടാങ്കിൻ്റെ അടിയത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് മീനിനൊക്കെ മാറ്റി നമുക്ക് കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചാലേ പറ്റൂ. അപ്പം ഞാൻ അതെല്ലാം ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പറ്റുന്നതൊക്കെ എന്നോട് വേഗം പിടിച്ചിടാൻ പറ്റി. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് അടി വരെ ക്ലീൻ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ ടാങ്കിൻ്റെ. കാരണം അടിയിൽ കുറച്ച് മണ്ണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെ കരിക്കട്ട പോലെ നിൽക്കുന്നത്. പിന്നെ അതും ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം പുതിയൊരു വെള്ളം ഒഴിക്കുമ്പോൾ മീനിന് കുറച്ച് സെറ്റാകും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഓൾറെഡി അതിൽ വെച്ചിട്ടാണ് നമ്മൾ പുതിയ വെള്ളം അടിക്കുന്നത്. ടാങ്കിലൊക്കെ വെള്ളമൊക്കെ നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിനൊക്കെ അതിലേക്ക് കുറച്ചായി ഇട്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ ടാങ്കിൽ ഓൾറെഡി പഴയ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ളായി നമ്മൾ ക്ലീൻ ചെയ്തില്ല. മീനിന് കുറച്ചും കൂടെ സെറ്റാകാൻ പഴയ വെള്ളം ഇപ്പോൾ പുതിയ വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അതിന് സെറ്റാകാൻ പറ്റുക. നമ്മൾ കിണറിലെ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പൈപ്പ് വെള്ളമൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരിക. ഇതിന് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഇടുന്ന മീനും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ വേറെയും കുറേ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിലും കൂടെ ഞങ്ങൾ മീൻ ഇടാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നല്ല ഗപ്പീസൊക്കെ കിട്ടുന്ന പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് പറയണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.